പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിന് ഇപ്പോൾ വേദയെ ഒരുപാടധികം ഇഷ്ടമായിരിക്കും, വേദക്ക് തിരിച്ചും അതുപോലെ തന്നെയായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രമിനെ കൂട്ടിക്കൊണ്ട് വേദ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ വേദയുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം വേദയുടെ അച്ഛന് വിക്രമിനെ ഒരുപാടധികം ഇഷ്ടമായിരിക്കും. വിക്രമിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് പല വിധത്തിലായിട്ട് വിക്രം അങ്ങനെയാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഏതായാലും വേദയുടെ കൂടെ കൂടിയതിന് ശേഷം വിക്രം തൻ്റെ സ്വഭാവത്തിലേക്ക് ഒരുപാടധികം മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. വിക്രവും വേദയും തൻ്റെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഇങ്ങനെ വിക്രത്തോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുന്ന സമയത്തിന് വേദയ്ക്ക് ചെറുതായിട്ടൊക്കെ കുശുമ്പ് തോന്നുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ ഇത്തിരിയൊക്കെ കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ പോലും വേദയ്ക്ക് അത് കാണുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ വേദയുടെ അച്ഛൻ തന്നോട് ഇങ്ങനെ സ്നേഹത്തോട് പെരുമാറുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് അതിലേറെ സന്തോഷമായിരിക്കും. എന്നിട്ട് വേദയോട് പറഞ്ഞത്, കണ്ടു വേദേ, നിന്റെ അച്ഛൻ ഇപ്പോൾ എത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കൂട്ടുകാരന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സ്നേഹം കാണുന്ന സമയത്ത് നിനക്ക് സന്തോഷം തോന്നുന്നില്ലേ വേദേ? എന്നെ പോലൊരു മരുമോനെ കിട്ടിയത് നിന്റെ അച്ഛൻ്റെ ഭാഗ്യമാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. നിനക്കങ്ങനെ തോന്നുന്നില്ലേ വേദ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ പറഞ്ഞത്, അതെ, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാനുണ്ടായിട്ടില്ലേ എൻ്റെ അച്ഛൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത്. മകളുടെ ഭർത്താവ് എന്ന സ്നേഹമാണ് എൻ്റെ അച്ഛൻ നിന്നോട് കാണിക്കുന്നത്. അത് ഞാനില്ലെങ്കിൽ പിന്നെ നിനക്കത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറയും വേദ. എന്നാൽ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നത്, വേദ, നിനക്കിപ്പോൾ ശരിക്കും അസൂയാണ്, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയോ? ഒരു കഴുത അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് എല്ലാവരും വന്നിട്ട് ആ ഒരു കഴുതയെ തൊഴുതിങ്ങനെ പോവാണ്. ആ സമയത്തിന് കഴുത കരുതിയിരിക്കുന്നത് എല്ലാവരും കഴുതയെ തൊഴുകയാണെന്നാ. ശരിക്കും പറഞ്ഞാൽ കഴുത പുറത്തിരിക്കുന്ന ആളെയാണ് എല്ലാവരും തൊഴുതു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ കാര്യത്തിലും. നീ വെറും കഴുതയും നിന്റെ പുറത്തിരിക്കുന്ന ആളാ, കഴുത പുറത്തിരിക്കുന്ന ആളാണ് ഞാൻ. ഇവരിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേദിയുടെ മുത്തശ്ശി ഇങ്ങനെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട് വേദിനോട് സ്പീക്കറിലേക്ക് ഇടാൻ. അങ്ങനെ വിക്രം നിർബന്ധിച്ചുകൊണ്ട് തന്നെ വേദ ഏതായാലും സ്പീക്കറിൽ ഫോൺ ആക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ, നിങ്ങൾ ഇവിടെ വന്നു പോയതിൽ ഒത്തിരിയധികം സന്തോഷമായി എല്ലാവർക്കും. ഇപ്പോൾ അച്ഛൻ അവനെക്കുറിച്ച് പറയാൻ 100 നാവാണ്. നിന്റെ അച്ഛൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിക്രം ഒരു നല്ല പയ്യനാണെന്ന്. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്ന സമയത്തിന് ഇവിടെ അടുത്തുള്ള നാട്ടുകാരും ബന്ധുക്കളൊക്കെ അവനെ അങ്ങ് കണ്ണ് വെച്ച് കാണും. അതുകൊണ്ട് എൻ്റെ മോനെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അവനെ ഒന്ന് ഒഴിഞ്ഞിടുമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഓ പിന്നെ അതിനെന്തും ആവശ്യമില്ല മുത്തശ്ശി എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് മോളെ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇപ്പം തന്നെ അവനെ ഒഴിഞ്ഞിടുന്നിങ്ങനെ പറയുന്ന സമയത്തിന് സ്പീക്കറിലായിരിക്കുമല്ലോ ഫോണ്. വിക്രം പറയുന്നുണ്ട്, മുത്തശ്ശി, അവളെ കൊണ്ട് ഞാൻ തന്നെ അത് ചെയ്യിപ്പിച്ചോളാമെന്ന് പറയും. അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കാമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് മുത്തശ്ശിക്ക് അയച്ചു തരുകയും ചെയ്യാമെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അയ്യോ, മോൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, പിന്നല്ലാതെ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്ന സമയത്തന്നെ എന്താ എനിക്കും കേൾക്കണ്ടേ? എന്നാൽ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വേദ ഈ സമയത്ത് വിക്രത്തിനെ ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് മുളകും ഉപ്പുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലേക്ക് വിക്രത്തിനെ കൊണ്ടുവന്നതിന് ശേഷം വേദ ഏതായാലും ഉപ്പും മുളകൊക്കെ എടുത്തിട്ട് വിക്രത്തിനെ ഒഴിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ ജസ്റ്റിസ് ശങ്കരനാരായണൻ, അതായത് വേദയുടെ അച്ഛൻ, വീണ്ടും വിക്രത്തിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കും, മോനെ, എനിക്കൊരു ആവശ്യമുണ്ട്, നീ അത് സാധിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത്, അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അച്ഛൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ തന്നെ ഞാൻ അത് സാധിച്ചു തരുമല്ലോ എന്ന് പറയും. അപ്പോൾ വേദയുടെ അച്ഛൻ പറഞ്ഞിട്ട്, മോനെ, ഇത് നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ കുട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ പ്രായമായവരെ കൊണ്ടൊക്കെ ഒത്തിരിയധികം ജോലി ചെയ്യിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. അനധികൃതമായിട്ട് അവിടെ പെട്ടുപോയവരുണ്ട്. അവിടെ നിന്നും അവർ പുറത്തേക്ക് പോകാൻ കഴിയാതെ ആകെ കഷ്ടപ്പെടുവാണ്. നിയമ പോരാട്ടം കൊണ്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. അതിനൊക്കെ അവിടെ അവർക്ക് വ്യക്തമായിട്ടുള്ള തെളിവും ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ അവിടെ പോയിട്ട് ജോലിക്കാരനായി നിന്നിട്ട് നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കുന്നൊക്കെ പറയും. ജോലിക്കാരനായിട്ട് നീ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നിനക്ക് വിശ്വാസമുള്ള ആരെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള എനിക്കൊരു തെളിവ് കിട്ടുമെന്ന് നോക്കണമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയട്ടെ വേദയുടെ അച്ഛൻ. എന്നാൽ വിക്രം പറഞ്ഞിട്ട്, അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷനാവണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തുകൊണ്ടായിരിക്കും വിക്രം അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാത്രിയായ സമയത്തിന് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരാട്ടോ വേദ ഇങ്ങനെ നാണത്തോടെ ഇരിക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത്, ആഹാ, ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ഇങ്ങനെ നാണിച്ചിരിക്കുന്നത്. അല്ല, നിൻ്റെ മുഖത്ത് ഇങ്ങനെ നാണൊക്കെ വരൂ? നിനക്കിങ്ങനെ നാണിക്കാനൊക്കെ അറിയാവോ? സാധാരണ നിൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയും കരച്ചിലും ദേഷ്യം മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു നാണം വരുന്നത്. ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഈ നാണം ഞാനൊരു ഫോട്ടോ എടുത്ത് വെക്കാമെന്നൊക്കെ പറയാട്ടോ വിക്രം. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ നാണിക്കുന്നത് എൻ്റെ വിക്രമിൻ്റെ മുന്നിലല്ലേ, അതേതായാലും നീ ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കണ്ട.
അപ്പോൾ വിക്രം ചോദിക്കുന്നത് അല്ല പറ എന്താ കാര്യം, അല്ലെങ്കിലും ഇന്ന് നിന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, എന്താ കാര്യം എന്ന് പറയാന്ന് പറയും. വേദ പറയുന്നത് അതെ നാണത്തിനൊരു കാരണമുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കുളി തെറ്റിയിട്ട് ഇന്നത്തേക്ക് ഏതായാലും ഒരു 48 ദിവസം കഴിഞ്ഞു എന്ന് പറയും. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് അയ്യേ അപ്പോൾ നീ കുളിച്ചില്ലേ, ഈ 48 ദിവസമായിട്ട് നീ കുളിക്കാതിരിക്കായിരുന്നോ എന്ന് ചോദിക്കാട്ടെ വിക്രം. അപ്പോഴേക്കും വേദ പറഞ്ഞിട്ട് അയ്യേ ഇങ്ങനെ ഒരു പൊട്ടൻ എന്ന് പറയുന്ന സമയത്ത് വിക്രം ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ മുടിയൊക്കെ നല്ല മണമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വന്നാൽ നീ ഈ 48 ദിവസം കുളിച്ചില്ല എന്ന് ആരും പറയില്ല കേട്ടോ എന്ന് പറയും. ദേ നിന്റെ മുടി പോലും നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദയുടെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കാട്ടോ വിക്രം. അപ്പോഴേക്കും ദേ ഒന്ന് മാറുന്നുണ്ടോ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴേക്കും ഒന്നുമില്ല നിങ്ങളങ്ങ് മാറി നിൽക്ക്, എനിക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് വേദ അവിടെ കയറി അങ്ങ് കിടക്കാട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നതിന് എന്താ വേദ നീ പറയാൻ വന്ന കാര്യം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയാമെന്ന് പറയൂ. അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങളൊരു പൊട്ടനാ, അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് എന്ന് പറയും. അതെ ഇനി ഞാനായിട്ട് നിങ്ങളോടൊന്നും പറയുന്നില്ല, ഇനി നിങ്ങൾ എന്നോടൊന്നും ചോദിക്കും വേണ്ട, ഇനി എന്തെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തന്നെ എനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ കയറിയിട്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കും. വേദ ഏതായാലും പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് എന്തോ ഒരു പന്തികേട് തോന്നാണ്, എന്തായിരിക്കും ഇവളിങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നത്, ഏതായാലും എന്താ കാര്യമെന്ന് വേദയോട് ഒന്നും കൂടി ചോദിച്ചാലോ, ഒന്നുകൂടി ചോദിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് വരുന്ന സമയത്തിന് വിക്രം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട, ഇനിയും ചോദിച്ചാൽ ചിലപ്പോൾ അവൾ ദേഷ്യപ്പെടും, അതുകൊണ്ട് ഇപ്പം തൽക്കാലം മിണ്ടാതെ കിടക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം അവിടെ ഇങ്ങനെ കിടന്നുറങ്ങും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്തിന് വേദ ഏതായാലും ഈ കാര്യം ചെന്നിട്ട് നേരെ കിച്ചണിൽ ചെന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്ന സമയത്തിലെ കമലമ്മക്കും ശ്രീജയ്ക്കും അങ്ങനെ എല്ലാവർക്കും ഒത്തിരിയധികം സന്തോഷമായിരിക്കും. എന്നാൽ പാവം വിക്രം മാത്രം ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. വേദയ്ക്ക് വിശേഷമുണ്ട് എന്ന കാര്യം വിക്രം അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഏതായാലും പിറ്റേ ദിവസം അങ്ങനെ വേദ വിക്രത്തിന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. വിക്രം വേദയോട് കൂടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്തിന് വേദ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേദയ്ക്ക് പെട്ടെന്ന് അങ്ങ് വൊമിറ്റ് ചെയ്യാൻ വരികയാണ്. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വേദ പെട്ടെന്ന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് പെട്ടെന്ന് വാഷ് ബേസിൻ്റെ അങ്ങോട്ടേക്ക് ഓടും. അപ്പോഴേക്കും വിക്രം ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിക്കൊണ്ട് വേദയുടെ പുറകെ പോയി ചോദിക്കുന്നുണ്ട് എന്താ വേദ, എന്താ നിനക്ക് പറ്റിയത്, നിനക്കിനി വല്ല ഫുഡ് പോയ്സണും പറ്റിയതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ പുറങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രം. ഇതേ സമയത്തിന് ഇതെല്ലാം കാണുന്ന സമയത്ത് കമലമ്മക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ പോലും വിക്രത്തിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കായിരിക്കും. കാരണം അന്ന് അമ്പലത്തിൽ വെച്ച് രാധക്ക് കല്യാണം കഴിക്കാമെന്ന് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് വീണ്ടും വേദയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ. അങ്ങനെ കമലമ്മയുടെ വാക്ക് വിക്രം അനുസരിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കമലമ്മ അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെയായിരിക്കും വിക്രത്തിനോട് പെരുമാറുന്നത്. എന്നാൽ വേദയ്ക്ക് ഇത് എന്ത് പറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയുന്ന സമയത്തിന് ശ്രീജേടത്തി പറയുന്നുണ്ട് അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഇതിപ്പോൾ ഏതായാലും നീ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് മാത്രമേ വിക്രമിനോട് പറയുള്ളൂ. എന്നാൽ വേദ പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം ഒരിക്കലും വിക്രമിനോട് പറയുന്നില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ വേദ നേരെ പോയിട്ട് രാവിലെ തന്നെ പച്ചമാങ്ങ ഇരുന്നിങ്ങനെ കഴിക്കായിരിക്കും. എന്നാൽ പുളിയുള്ള പച്ചമാങ്ങ വെറുമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതും കണ്ടുകൊണ്ടായിരിക്കട്ടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വേദ നിനക്ക് പറ്റിയത്, നീ എന്തിനാ ഈ രാവിലെ തന്നെ പച്ചമാങ്ങ കഴിക്കുന്നതെന്ന് ചോദിക്കും. നീ രാവിലെ തന്നെ ഇതൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഇന്നലത്തെ പോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പച്ചമാങ്ങ കഴിക്കുന്നതിൽ നിന്നും വേദയെ തടഞ്ഞു നിർത്താട്ടോ വിക്രം. എന്നാൽ വേദ കൊതിയോടുകൂടെ പച്ചമാങ്ങ കഴിക്കുന്നത് കാണുന്ന സമയത്തിന് മാഷിന് ഭയങ്കര സന്തോഷമായിരിക്കും. മാഷ് പറയുന്നുണ്ട് അവൾക്കത് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ അത് തടയൊന്നും വേണ്ട, അവളത് കഴിക്കട്ടെടാന്ന് പറയും. വിക്രം ഇപ്പോൾ പഴയതുപോലെ ഗുണ്ടാ പണിക്കൊന്നും പോവാത്തത് കൊണ്ട് തന്നെ വിക്രമിനോട് ഭയങ്കര സ്നേഹമായിരിക്കട്ടോ മാഷിനെ. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് വിക്രമെ ഇങ്ങനെ പൊട്ടനാക്കി പോവാട്ടോ. വേദ ഗർഭിണിയാണ് എന്ന കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിക്രം മാത്രം ഈ ഒരു കാര്യം അറിഞ്ഞു കാണില്ല. പിന്നീട് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കട്ടോ വിക്രം ഈ ഒരു കാര്യം പറയുന്നത്. ശ്രീജേടത്തിയുടെ മോളായിരിക്കും ഈ കാര്യം വിക്രമിനോട് പറയുന്നത്. അതെ ചെറിയച്ച, എനിക്കൊരു കുഞ്ഞനിയനും കൂടി വരാൻ പോവാണ്, വേദേൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വാവയുണ്ട്, എനിക്കൊരു കുഞ്ഞനിയൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞനിയത്തി എന്നൊക്കെ പറയും. എന്നാൽ ഈ കുഞ്ഞുമോളി കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്തിന് സത്യമാണോ വേദയെന്ന് ചോദിക്കട്ടെ വിക്രം. അപ്പോഴേക്കും വേദ അതേന്നിങ്ങനെ തലകൊണ്ട് കാണിക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് സന്തോഷമായിട്ട് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നുണ്ടെന്ന് മാത്രമല്ല വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. വേദയെ പൊക്കിയെടുത്തുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ റൂമിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.